മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര. ദ ബിഗ് സ്റ്റോറി. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. ചിന്നക്കനാലിൽ ജനവാസ മേഖലയിൽ പുലി ഇറങ്ങി. പ്രദേശവാസിയായ രാജപാണ്ഡിയുടെ വളർത്തുനായിയെ പുലി പിടിച്ചു. ഒരാഴ്ചയായി പുലിയുടെ സാന്നിധ്യമുണ്ടെന്ന് നാട്ടുകാർ. പുലിയുടെ ദൃശ്യങ്ങളും പുറത്ത്. കാട്ടിറച്ച് കടത്തിയെന്നാരോപിച്ച് വനം വകുപ്പ് ആദിവാസി യുവാവ് സരുൺ സജിയെ കള്ളക്കേസിൽ കുടുക്കിയതിൽ പ്രതിയായ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള കുറ്റപത്രം കോടതി ഫയലിൽ സ്വീകരിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഷട്ടറുകൾ താഴ്ത്തി. ജലനിരപ്പ് റൂൾ കർവിലേക്ക് എത്തിയതോടെയാണ് ഉയർത്തിയിരുന്ന 13 ഷട്ടറുകളും തമിഴ്നാട് താഴ്ത്തിയത്. ജലനിരപ്പ് 136 അടിയിലേക്ക് എത്തി. തിരുവിതാംകൂർ രാജഭരണകാലത്തിന്റെ ചരിത്രം നിറഞ്ഞു നിൽക്കുന്ന രാജമുദ്രയുള്ള കെട്ടിടം തകർന്നു വീണ് നശിക്കുന്നത് ബോഡിമെട്ടിലുള്ള കസ്റ്റംസ് ഹൗസ് കെട്ടിടം. കണ്ടില്ലെന്ന് നടിച്ച GST വകുപ്പ്. വിശദമായ വാർത്തകളിലേക്ക്. ചിന്നക്കനാൽ ജനവാസ മേഖലയിൽ വീണ്ടും പുലി ഇറങ്ങി. പ്രദേശവാസിയായ രാജപാണ്ഡിയുടെ വളർത്തുനായിയെ പുലി പിടിച്ചു. ഒരാഴ്ചയായി തോട്ടം മേഖലയിൽ പുലിയുടെ സാന്നിധ്യമുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. ഒരാഴ്ച മുമ്പ് പ്രദേശത്തിറങ്ങിയ പുലിയുടെ ദൃശ്യങ്ങൾ നാട്ടുകാർ പകർത്തുകയും ചെയ്തു. കാട്ടാനകൾക്കൊപ്പം ചിന്നക്കനാലിൽ ഭീതി വിതച്ച പുലിയുടെ സാന്നിധ്യവും. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ജനവാസ മേഖലയിൽ ഇറങ്ങിയത്. ചിന്നക്കനാൽ പവർ ഹൗസ് സ്വദേശി രാജപാണ്ഡിയുടെ വളർത്തുനായെ പുലി ആക്രമിച്ചു. വീടിന്റെ പരിസര പ്രദേശത്ത് പുലിയുടെ കാൽപ്പാടുകളും കണ്ടെത്തി. ഒരാഴ്ച മുമ്പ് തോട്ടമേഖലയിൽ പുലിയെ നാട്ടുകാർ കാണുകയും ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തിരുന്നു. തോട്ടമേഖലയിൽ പുലി ഇറങ്ങിയതായി ചൂണ്ടിക്കാട്ടി വനംവകുപ്പിൽ പരാതി സമർപ്പിച്ചിട്ടും പുലിയെ തുരത്താൻ നടപടി സ്വീകരിച്ചിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. പുലിയുടെ ആക്രമണം ഇവിടെ ഉണ്ടാകുന്നതിന് മുമ്പ് ഈ പുലിയെ പിടിക്കാനുള്ള സംവിധാനം ഒരുക്കണമെന്ന് തോട്ടം തൊഴിലാളികളുടെ ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട ഫോറസ്റ്റ് ഓഫീസർക്കും DFOയ്ക്കും കത്ത് നൽകിയിട്ടുണ്ട്. എന്നാൽ അവർ പറയുന്നത് ഇവിടെയുള്ള ജനങ്ങളെ ഇതുവരെയായിട്ടും പുലി ആക്രമിച്ചിട്ടില്ല. എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ വന്ന് പുലിയെ പിടിക്കാമെന്നൊക്കെയാണ് ഇവിടെയുള്ള അധികൃതർ പറയുന്നത്. ചക്കക്കൊമ്പനടക്കമുള്ള കാട്ടാനകളുടെ സാന്നിധ്യം പതിവായി ഉണ്ടാകുന്ന മേഖലയാണ് ചിന്നക്കനാൽ. ആനകൾ ഉയർത്തുന്ന ഭീഷണിക്ക് പിന്നാലെയാണ് ഇപ്പോൾ പുലിയും ജനവാസ മേഖലയിൽ ഭീതി പരത്തുന്നത്. സിറ്റി വിഷൻ, ചിന്നക്കനാൽ. കാട്ടിറച്ച് കടത്തിയെന്നാരോപിച്ച വനം വകുപ്പ് കള്ളക്കേസിൽ കുടുക്കി ആദിവാസി യുവാവിനെ ജയിലിലടച്ച കേസിൽ പ്രതിയായ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള കുറ്റപത്രം തൊടുപുഴ ജില്ലാ കോടതി ഫയലിൽ സ്വീകരിച്ചു. കേസിന്റെ അന്വേഷണം പൂർത്തിയാക്കി പീരുമേട് DYSP ആണ് കഴിഞ്ഞ 13-ന് കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചത്.
നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയുണ്ടെന്ന് സരുൺ സജി സിറ്റി വിഷനോട് പറഞ്ഞു. ഇത്തരം സംഭവം ഇനി ആവർത്തിക്കരുതെന്ന സന്ദേശമാണ് ഈ കേസ് നൽകുന്നതെന്ന് സരുൺ സജിക്ക് നിയമസഹായം ചെയ്തു നൽകുന്ന ഉള്ളാട മഹാസഭയും പ്രതികരിച്ചു. 2023 സെപ്റ്റംബർ 20 കണ്ണമ്പടി ആദിവാസി കോളനിയിലെ മുല്ല പുത്തൻപുരയിൽ സരുൺ സജി എന്ന ചെറുപ്പക്കാരനെ കിഴുകാനം ഫോറസ്റ്ററുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടി കള്ളക്കേസിൽ കുടുക്കിയത്. കാട്ടിറച്ചി കൈവശം വെച്ച് വിൽപ്പന നടത്തിയെന്നായിരുന്നു കേസ്. തുടർന്ന് കോടതിയിൽ ഹാജരാക്കി സരുണിനെ റിമാൻഡ് ചെയ്തു. 10 ദിവസം യുവാവ് ജയിൽവാസം അനുഭവിച്ചു. പുറത്തിറങ്ങിയതിനു ശേഷമാണ് ബസ്സിൽ യാത്ര ചെയ്തിരുന്ന തന്നെ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്തതാണെന്ന വിവരം പുറത്തു പറയുന്നത്. പിന്നീട് തന്നെ കള്ളക്കേസിൽ കുടുക്കുകയും മർദ്ദിക്കുകയും ചെയ്തുവെന്നാരോപിച്ച് യുവാവ് പോലീസിൽ പരാതി നൽകിയെങ്കിലും കേസെടുക്കാൻ പോലീസ് മടിച്ചു. SC/ST കമ്മീഷന്റെ ഇടപെടലിലാണ് പോലീസ് കേസെടുത്തത്. കേസിൽ 13 വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് പ്രതികൾ. ഇതിൽ ഒരാൾ മരണപ്പെട്ടു. നിലവിൽ കിഴുകാനം മുൻ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ T. അനിൽകുമാർ 1-ാം പ്രതിയായും ഇടുക്കി മുൻ വൈൽഡ് ലൈഫ് വാർഡനും DFO B. രാഹുൽ 11-ാം പ്രതിയുമായിട്ടാണ് പോലീസ് കുറ്റപത്രം നൽകിയത്. വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ നീതി ലഭിക്കുന്നുവെന്ന പ്രതീക്ഷയാണുള്ളതെന്ന് സരുൺ സജി പറഞ്ഞു. എൻ്റെ കേസിൻ്റെ അന്തിമ റിപ്പോർട്ട് ഓൾറെഡി സമർപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് നീതി ലഭിക്കുന്ന അന്യായ ഉറപ്പുണ്ട്. അതായത് കോടതിയുടെ ഭാഗത്തു നിന്നും നല്ലൊരു പ്രധാന നീതി ലഭിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുപോലെ തന്നെ ഈ കേസിൽ ഇപ്പോഴും ഞാൻ അതിൻ്റെ ആ ഒരു ടെൻഷനിൽ നിന്ന് മാറിയിട്ടില്ല. അതുപോലെയല്ല ഇപ്പോഴും അതുപോലെ തന്നെ നിലവിൽ കേസുകൾ അവർ ഇനിയും നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് എന്നെ ഒരു കൊടുക്കാൻ വേണ്ടിയാണോ എന്നൊരു സംശയം ഇപ്പോഴും എനിക്ക് നിലവിൽ വന്നിരിക്കുകയാണ്. സരുൺ സജിയുടെ കേസ് ഒരു താക്കീതാണ്. ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കരുതെന്നുള്ള സന്ദേശമാണ് നൽകുന്നതെന്നും ഉള്ളാട മഹാസഭ ഭാരവാഹിയും കേസിന് നിയമസഹായം നൽകുന്ന റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനുമായ മോഹനൻ പ്രതികരിച്ചു. ഗോത്രമേഖലയിലെ മറ്റ് ഒരാൾക്കും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ശക്തമായ താക്കീതാണ് ഈ കേസിലൂടെ ഉണ്ടായിരിക്കുന്നത്. ഇതിലെ മുഴുവൻ പ്രതികളും ശിക്ഷിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 2025 സെപ്റ്റംബർ 23 സരുൺ സജിയെ കള്ളക്കേസിൽ കുടുക്കിയിട്ട് 5 വർഷങ്ങൾ പൂർത്തിയാകും. ഇതിനിടയിൽ പ്രതികളായ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാനുള്ള വലിയ നീക്കമുണ്ടായി. ഇതിനെയെല്ലാം മറികടന്നുള്ള വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് 4.5 വർഷങ്ങൾക്ക് ശേഷം പ്രതികൾക്കെതിരായ കുറ്റപത്രം കോടതിയിലെത്തുന്നത്. സിറ്റി വിഷൻ ഉപ്പുതറ. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഷട്ടറുകൾ താഴ്ത്തി. ജലനിരപ്പ് റൂൾ കർവിലേക്ക് എത്തിയതോടെയാണ് ഉയർത്തിയിരുന്ന 13 ഷട്ടറുകളും തമിഴ്നാട് താഴ്ത്തിയത്. 136 അടിയാണ് നിലവിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ്. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് റൂൾ കർവായ 136 അടി പിന്നിട്ടതോടെ അണക്കെട്ടിന്റെ 13 ഷട്ടറുകളും ഉയർത്തിയത്. ആദ്യം 10 സെന്റിമീറ്റർ ഉയർത്തിയിരുന്ന ഷട്ടറുകൾ പിന്നീട് 30 സെന്റിമീറ്റർ ആക്കി വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം മഴ കുറയുകയും അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്കിലും കുറവുണ്ടായി. 136.40 അടിയിൽ വരെ എത്തിയ ജലനിരപ്പ് നിലവിൽ 136 അടിയിലേക്ക് താഴ്ന്ന സാഹചര്യത്തിലാണ് ഉയർത്തിയിരുന്ന 13 ഷട്ടറുകളും തമിഴ്നാട് താഴ്ത്തിയത്. വൃഷ്ടിപ്രദേശത്ത് മഴ കുറഞ്ഞതും ആശ്വാസകരമാണ്. നിലവിൽ സെക്കൻഡിൽ 951.57 ക്യൂസെക്സ് ജലമാണ് അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്നത്. അതേസമയം 2117 ക്യൂസെക്സ് ജലം തമിഴ്നാട് ടണൽ വഴി വൈഗ അണക്കെട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജലനിരപ്പ് നിയന്ത്രണ വിധേയമാക്കി നിലനിർത്തി റൂൾ കർവ് പാലിക്കുവാൻ കഴിയുമെന്നതിനാലാണ് ഷട്ടറുകൾ താഴ്ത്തിയത്. സിറ്റി വിഷൻ കുമളി. ദേശീയപാത 85 അടിമാലി ഇരുമ്പ് പാലത്ത് വാഹനാപകടം. കാറും ഇരുചക്ര വാഹനവും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടം സംഭവിച്ചത്. അപകടത്തിൽ ബൈക്ക് യാത്രികന് പരിക്കേറ്റു. ഇയാളെ എറണാകുളത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെയായിരുന്നു ഇരുമ്പുപാലം ടൗണിൽ അപകടം നടന്നത്. 10-ാം മൈൽ ഭാഗത്തു നിന്നും ഇരുമ്പുപാലത്തേക്ക് വരികയായിരുന്ന കാറും ചില്ലിത്തോട് ഭാഗത്തു നിന്നും ഇരുമ്പുപാലത്തേക്ക് വന്ന ബൈക്കുമാണ് കൂട്ടിയിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് യാത്രികൻ വാഹനത്തിൽ നിന്നും തെറിച്ചു വീണു. ഇയാളുടെ കാലിന് പരിക്ക് സംഭവിച്ചതായാണ് വിവരം. പരിക്കേറ്റ ബൈക്ക് യാത്രികനെ എറണാകുളത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടിയുടെ ആഘാതത്തിൽ കാറിനും ബൈക്കിനും കേടുപാടുകൾ സംഭവിച്ചു. സിറ്റി വിഷൻ അടിമാലി. കല്ലാർ മാങ്കുളം റോഡിൽ കൈനഗിരിക്ക് സമീപം സ്വകാര്യ ബസ് റോഡിൽ നിന്നും പാതയോരത്തേക്ക് നിരങ്ങി നീങ്ങി അപകടത്തിൽപ്പെട്ടു. വളവോടും ഇറക്കത്തോടും കൂടിയ ഭാഗത്ത് വെച്ചാണ് അപകടം സംഭവിച്ചത്. നിരങ്ങി നീങ്ങിയ ബസ് താഴ്ചയിലേക്ക് പതിക്കാതിരുന്നത് വലിയ അപകടം ഒഴിവാക്കി. അപകടത്തിൽ യാത്രക്കാർക്ക് പരിക്ക് സംഭവിച്ചിട്ടില്ല. ഇന്നുച്ചയോടെയായിരുന്നു കല്ലാർ മാങ്കുളം റോഡിൽ കൈനഗിരിക്ക് സമീപം വെച്ച് അപകടം സംഭവിച്ചത്. ബസ് മാങ്കുളത്ത് നിന്നും അടിമാലിക്ക് വരുന്നതിനിടയിൽ വളവോടും ഇറക്കത്തോടും കൂടിയ ഭാഗത്ത് വെച്ച് അപകടത്തിൽപ്പെടുകയായിരുന്നു. റോഡിൽ നിന്നും ബസ് പാതയോരത്തേക്ക് നിരങ്ങി നീങ്ങി. ഇവിടെ നിന്നും വാഹനം താഴ്ചയിലേക്ക് പതിക്കാതിരുന്നത് വലിയ അപകടം ഒഴിവാക്കി.
സംഭവ സമയത്ത് വാഹനത്തിൽ യാത്രക്കാരുണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്ക് സംഭവിച്ചില്ല. വാഹനം തട്ടിയതിനെ തുടർന്ന് ഇവിടെ സ്ഥാപിച്ചിരുന്ന വൈദ്യുതി തൂണുകൾ തകർന്നു. വാഹനത്തിന്റെ മുൻഭാഗത്തിന് കേടുപാടുകൾ സംഭവിച്ചു. ഈ ഭാഗത്ത് മുമ്പും നിരവധി വാഹനാപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പലപ്പോഴും അപകടങ്ങൾ ഒഴിവായി പോകുന്നത് തലനാരിഴയ്ക്കാണ്. വീതി കുറവുള്ള ഈ ഭാഗത്ത് വളവിൽ വീതി വർദ്ധിപ്പിക്കണമെന്നും പാതയോരത്ത് സുരക്ഷാ വേലി സ്ഥാപിക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട്. സിറ്റി വിഷൻ, മാങ്കുളം. തിരുവിതാംകൂർ രാജഭരണകാലത്തിന്റെ ചരിത്രം നിറഞ്ഞു നിൽക്കുന്ന രാജമുദ്രയുള്ള കെട്ടിടം അധികൃതരുടെ അനാസ്ഥയിൽ തകർന്നു വീണ് നശിക്കുന്നു. കേരള തമിഴ്നാട് അതിർത്തിയായ ബോഡിമെട്ടിലുള്ള കസ്റ്റംസ് ഹൌസാണ് സംരക്ഷണമില്ലാത്തതിനെ തുടർന്ന് പിൻഭാഗം തകർന്നു വീണത്. GST വകുപ്പിന്റെ കൈവശമുള്ള കെട്ടിടം തകർന്നു വീണ് വർഷങ്ങൾ പിന്നിടുമ്പോഴും കെട്ടിടം പുനർനിർമ്മിക്കുന്നതിനോ സംരക്ഷിക്കുന്നതിനോ നടപടിയില്ല. ചരിത്ര സ്മാരകമായി സംരക്ഷിക്കുന്നതിന് പഞ്ചായത്തിന് വിട്ടു നൽകണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. തിരുവിതാംകൂർ രാജഭരണകാലത്ത് ചുങ്കം പിരിക്കുന്നതിനായിട്ടാണ് രാജമുദ്രയുള്ള ഈ കസ്റ്റംസ് ഹൌസ് എന്ന കെട്ടിടം പണി കഴിപ്പിച്ചത്. പിന്നീട് ഐക്യ കേരളം രൂപം കൊണ്ടതോടെ കെട്ടിടത്തിന്റെ അവകാശി വാണിജ്യ നികുതി വകുപ്പായി മാറി. ഇവിടെ ചെക്ക് പോസ്റ്റും പ്രവർത്തിച്ചിരുന്നു. നൂറ്റാണ്ടുകളുടെ ചരിത്രം പറയുന്ന കെട്ടിടത്തില് ആകെ ചെയ്തത് മേൽക്കൂര ഷീറ്റുകൾ മാറ്റി സ്ഥാപിക്കുക മാത്രം. ചെക്ക് പോസ്റ്റായി പ്രവർത്തിക്കുന്ന ഘട്ടത്തിലും കെട്ടിടം ചോർന്നൊലിക്കുന്ന അവസ്ഥയിലായിരുന്നു. പ്രതിദിനം നല്ല വരുമാനം ലഭിച്ചിരുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലുള്ള കെട്ടിടം എന്നിട്ടും സംരക്ഷിക്കാൻ നടപടി സ്വീകരിച്ചില്ല. പിന്നീട് GST നടപ്പിലായതോടെ കെട്ടിടത്തിന്റെ ഉടയോൻ GST വകുപ്പായി മാറി. ഇവരാകട്ടെ ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇതോടെ ഏതാനും വർഷം മുമ്പ് കെട്ടിടത്തിന്റെ പിൻഭാഗം തകർന്നു വീണു. ബാക്കി നിൽക്കുന്ന കെട്ടിടം ഈ മഴക്കാലം അതിജീവിക്കുമോ എന്നും അറിയില്ല. രാജഭരണകാലത്തിന്റെ ചരിത്രം നിറഞ്ഞു നിൽക്കുന്ന കെട്ടിടം സംരക്ഷിക്കണമെന്ന ആവശ്യവുമായി പൊതുപ്രവർത്തകരും നാട്ടുകാരും രംഗത്തെത്തിയെങ്കിലും ഫലമുണ്ടായിട്ടില്ല. നിലവിൽ കെട്ടിടം പഞ്ചായത്തിന് വിട്ടുകിട്ടിയാൽ ഒരു ചരിത്ര സ്മാരകമായി സംരക്ഷിക്കാൻ തയ്യാറാണെന്ന് ശാന്തൻപാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജു വർഗീസ് പറഞ്ഞു. ഒന്നുമല്ല ഈ ഗവൺമെൻറ് ഏറ്റെടുത്ത് അത് സംരക്ഷിക്കപ്പെടുകയോ അതല്ല എങ്കിൽ ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിന് അത് ഏറ്റെടുക്കുവാൻ നടപടി ഉണ്ടായാൽ അത് സംരക്ഷിക്കപ്പെടാൻ ഞങ്ങൾ പഞ്ചായത്തും ആ കാര്യത്തിൽ തയ്യാറാണ്. എന്താണെങ്കിലും വളരെ കാലമായി അവിടെ നിൽക്കുന്ന ആ ട്രാവൻകൂർ ഹൗസ് സംരക്ഷിക്കപ്പെടേണ്ടത് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ്. മുമ്പ് കെട്ടിടത്തിൽ മറ്റു വകുപ്പുകളുടെ ചെക്ക് പോസ്റ്റുകൾ പ്രവർത്തിക്കുന്നതിനും പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കുന്നതിനുമടക്കം കെട്ടിടം വിട്ടുനൽകുന്നതിന് ആവശ്യപ്പെട്ടെങ്കിലും കെട്ടിടം സംരക്ഷിക്കുന്നതിനോ താൽക്കാലികമായി വിട്ടുനൽകുന്നതിനോ പോലും അധികൃതർ തയ്യാറായിട്ടില്ല. സിറ്റി വിഷൻ, പൂപ്പാറ. സഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുവാൻ കർശന നടപടി സ്വീകരിച്ച് മോട്ടോർ വാഹന വകുപ്പിന്റെ ഇടപെടൽ മാതൃകയാകുന്നു. ചിന്നക്കനാൽ സൂര്യനെല്ലിയിൽ നിന്നും കൊളുക്കുമലയിലേക്കുള്ള ജീപ്പ് സവാരിയിലാണ് കൃത്യമായ പരിശോധനയും നടപടിയും സ്വീകരിച്ച മോട്ടോർ വാഹന വകുപ്പ് മാതൃകയാകുന്നത്. SOP പ്രകാരം സുരക്ഷാ ചുമതലയുള്ള മോട്ടോർ വാഹന വകുപ്പിനായതിനാലാണ് നടപടി. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും പ്രായോഗിക പരിചയവും ഉള്ള ഡ്രൈവർമാർക്ക് മാത്രമാണ് കൊളുക്കുമലയിലേക്ക് സഞ്ചാരികളുമായി പോകുവാനുള്ള അനുമതി. കേരള തമിഴ്നാട് അതിർത്തി മലനിരകളിൽ ആരെയും ആകർഷിക്കുന്ന വിസ്മയ കാഴ്ച ഒളിഞ്ഞിരിക്കുന്ന കൊളുക്കുമല തേടി ദിവസേന നൂറുകണക്കിന് സഞ്ചാരികളാണ് എത്തുന്നത്. ഇവരെ ദുർഘടമായ പാതയിലൂടെ സുരക്ഷിതമായി മുകളിലെത്തിക്കാൻ 200-ലധികം വാഹനങ്ങളാണ് സർവീസ് നടത്തുന്നത്. ഇക്കാര്യത്തിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ ഇടപെടലാണ് ഏറെ ശ്രദ്ധേയം. ഓരോ 3 മാസം കൂടുമ്പോഴും വാഹനങ്ങളുടെ പരിശോധന നടത്തും. പ്രായോഗിക പരിജ്ഞാനവുമുള്ള ഡ്രൈവർമാർക്ക് മോട്ടോർ വാഹന വകുപ്പ് അംഗീകൃത സ്റ്റിക്കറുകൾ നൽകും. ഈ വാഹനങ്ങൾക്ക് മാത്രമാണ് കൊളുക്കുമലയിലേക്ക് സഞ്ചാരികളുമായി പോകാൻ അനുമതി. ഇത്തവണയും പരിശോധന പൂർത്തിയാക്കിയതിനു ശേഷം ഡ്രൈവർമാർ സുരക്ഷിത യാത്ര സുന്ദര കാഴ്ച എന്ന മുദ്രാവാക്യവുമായി ഗ്യാപ് റോഡിലൂടെ റോഡ് ഷോയും നടത്തി. ഗ്യാപ് റോഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഗ്യാപ് റോഡിൽ കൊളുക്കുമല ഓടുന്ന വാഹനങ്ങളുടെ ഒരു ചെറിയൊരു പ്രകടനമാണ് ഇന്ന് നടന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും അതുപോലെ തന്നെ സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്നൊരു ഉദ്ദേശവും കൂടി ഉണ്ടായിരുന്നു. അത് ഏകദേശം നടന്നു എന്നാണ് തോന്നുന്നത്. ഇനിയെല്ലാം നിങ്ങളുടെ കയ്യിലാണുള്ളത്. ഉടുമ്പൻചോല സബ്ബാറ്റിയോയുടെ നേതൃത്വത്തിലാണ് എല്ലാ 3 മാസം കൂടുമ്പോഴും പരിശോധന നടത്തി സ്റ്റിക്കറുകൾ നൽകുക. സവാരി നടത്തുന്നതിന് അനുമതിയുള്ള ജീപ്പുകളിൽ 6 പേർക്ക് മാത്രമാണ് യാത്രാ അനുമതി.
നിലവിൽ സൂര്യനെല്ലിയിൽ നിന്നും കൊളുക്കുമലയിലേക്ക് സർവീസ് നടത്തുന്നതിന് 3000 രൂപയാണ് ഈടാക്കുന്നത്. സിറ്റി വിഷൻ ചിന്നക്കനാൽ. ഉപ്പുതറ കണ്ണമ്പടി റൂട്ടിലെ കല്ലാറ്റുപാറ വെള്ളച്ചാട്ടം കാണാൻ നിയന്ത്രണം ലംഘിച്ച വിനോദസഞ്ചാരികളുടെ വൻ തിരക്ക്. വേനൽക്കാലത്ത് പോലും വലിയ അപകട സാധ്യതയുള്ള പ്രദേശമാണ് കല്ലേറ്റുപാറ. കോതപാറ മലമുകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളമാണ് കല്ലേറ്റുപാറയിൽ വെള്ളച്ചാട്ടമായി എത്തുന്നത്. വർഷകാലം തുടങ്ങുന്നതോടെ ഇവിടം ജലസമൃദ്ധമാകും. കാഴ്ച മനോഹരമാണെങ്കിലും അതീവ ജാഗ്രതയും ആവശ്യമാണ് ഈ വെള്ളച്ചാട്ടം ആസ്വദിക്കാൻ. റോഡിൽ നിന്ന് 200 മീറ്റർ അകലെ മുതൽ പല തട്ടുകളിലൂടെ കുതിച്ചൊഴുകിയെത്തുന്ന വെള്ളച്ചാട്ടം കാലവർഷം ശക്തി പ്രാപിച്ചതോടെ വെള്ളച്ചാട്ടം രൗദ്രഭാവം കൈവരിച്ചു. 700 മീറ്ററോളം താഴെ ഇടുക്കി ജലാശയമാണ്. ഇത്രയും ദൂരം അപകടകരമായ പാറക്കെട്ടിലൂടെയാണ് വെള്ളം കുത്തിയൊഴുകുന്നത്. വെള്ളച്ചാട്ടം കൗതുകമുള്ള കാഴ്ചയെങ്കിലും അപകട സാധ്യത അതിലേറെയാണ്. വാഗമണ്ണിലെത്തുന്ന വിനോദസഞ്ചാരികളെ സാഹസിക വിനോദത്തിനായി റിസോർട്ടുകാർ ഇവിടെ എത്തിക്കാറുണ്ട്. ഈ വാഹനങ്ങൾ വെള്ളച്ചാട്ടത്തിൽ ഇറക്കുന്നതും സഞ്ചാരികൾ വെള്ളത്തിലിറങ്ങുന്നതും പതിവാണ്. വലിയ അപകടങ്ങൾക്കിത് കാരണമാകുന്നുമെന്ന് സംശയമില്ല. കഴിഞ്ഞ ദിവസം ഒഴുക്കിൽപ്പെട്ട ജീപ്പിൽ നിന്നും ജീവൻ പണയം വെച്ചാണ് നാട്ടുകാർ 4 പേരെ രക്ഷപ്പെടുത്തിയത്. വെള്ളച്ചാട്ടത്തിലേക്ക് സാഹസികമായി ജീപ്പ് ഓടിച്ചു കയറ്റുന്നതിനിടെയാണ് ജീപ്പ് ഒഴുക്കിൽപ്പെട്ടത്. ശക്തമായ വെള്ളപ്പാച്ചിലിൽ 50 മീറ്ററിലധികം ദൂരം ജീപ്പ് താഴേക്കൊഴുകി. പരിചയസമ്പന്നരായ നാട്ടുകാർ അവസരോചിതമായി ഇടപെട്ടതിനാൽ 4 പേരുടെയും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു. ജീപ്പിൽ വടം കെട്ടി കരയിലടുപ്പിച്ച ശേഷമാണ് ഇവരെ രക്ഷപ്പെടുത്തിയത്. ജീപ്പ് മറിയാതിരുന്നതും ആരും ഒഴുക്കിൽ വീഴാതിരുന്നതും ഭാഗ്യമായി. അപകടത്തെ തുടർന്ന് വാഹനങ്ങൾ വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് പോകാതിരിക്കാൻ പോലീസ് JCB എത്തിച്ച് റോഡരികിൽ ട്രെഞ്ച് എടുത്തു. ഇപ്പോൾ വാഹനങ്ങൾ അവിടേക്ക് കൊണ്ടുപോകുന്നില്ലെങ്കിലും കൊച്ചുകുട്ടികളും പ്രായമായവരും ഉൾപ്പെടെ സഞ്ചാരികൾ വെള്ളച്ചാട്ടത്തിനരികിൽ എത്തുന്നുണ്ട്. ഒരുവിധ സുരക്ഷാ സംവിധാനവും ഇവിടെ ഇല്ല എന്നതും ഏറെ പ്രധാനമാണ്. വഴുക്കലുള്ള പാറയായതിനാൽ അപകടമുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ട്രക്കിംഗ് വാഹനങ്ങളുടെ അമിത വേഗവും നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കാക്കത്തോട് ഫോറസ്റ്റ് സ്റ്റേഷന്റെ പരിധിയിലാണ് കല്ലേറ്റുപാറ. ഇവിടെ സുരക്ഷയും നിയന്ത്രണവും ഏർപ്പെടുത്താൻ വനം പഞ്ചായത്ത് പോലീസ് അധികൃതർ തയ്യാറാക്കണമെന്ന് നാട്ടുകാരുടെ ആവശ്യം. സിറ്റി വിഷൻ ഉപ്പുതറ. നോക്കാം ആനക്കലിയുടെ ഇരകൾ. ജനവാസ മേഖലയിൽ വീണ്ടും നാശം വരുത്തി കാട്ടുകൊമ്പൻ പടയപ്പ. മൂന്നാർ ഗുണ്ടുമല ന്യൂ ഡിവിഷനിലാണ് പുലർച്ചെ കാട്ടാൻ ഇറങ്ങിയത്. കാട്ടുകൊമ്പൻ പ്രദേശത്ത് കൃഷിനാശം വരുത്തി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും പടയപ്പ മറയൂർ മേഖലയിലായിരുന്നു തമ്പടിച്ച് നിന്നിരുന്നത്. മൂന്നാറിലെ തോട്ടം മേഖലയിൽ കാട്ടുകൊമ്പൻ പടയപ്പയുടെ സാന്നിധ്യം തൊഴിലാളി കുടുംബങ്ങൾക്ക് വലിയ തലവേദനയാവുകയാണ്. മഴക്കാലം ആരംഭിച്ച വനത്തിനുള്ളിൽ തീറ്റയും വെള്ളവും വർദ്ധിച്ചിട്ടും കാട്ടുകൊമ്പൻ കാട് കയറാൻ തയ്യാറായിട്ടില്ല. ജനവാസ മേഖലകളിലൂടെ ചുറ്റിത്തിരിയുന്ന കാട്ടുകൊമ്പൻ തൊഴിലാളി കുടുംബങ്ങളുടെ സ്വൈര്യജീവിതം കെടുത്തുകയാണ്. മൂന്നാർ ഗുണ്ടുമല ന്യൂ ഡിവിഷനിലാണ് പുലർച്ചെ കാട്ടുകൊമ്പൻ എത്തിയത്. ആന പ്രദേശത്ത് കൃഷിനാശം വരുത്തി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും പടയപ്പ മറയൂർ മേഖലയിലായിരുന്നു തമ്പടിച്ചിട്ടുണ്ടായിരുന്നത്. മറയൂരിന്റെ അതിർത്തി മേഖലകളിലെ ഗ്രാമങ്ങളിൽ ഇറങ്ങുകയും കൃഷിനാശം വരുത്തുകയും ചെയ്തതിനൊപ്പം വീടുകൾക്കും ആന കേടുപാടുകൾ വരുത്തിയിരുന്നു. കരിമ്പ് കൃഷിയുൾപ്പെടെയുള്ള പ്രദേശത്തേക്ക് കാട്ടാന എത്തുമോ എന്ന ആശങ്ക മറയൂർ മേഖലയിലെ കർഷകർക്കുണ്ട്. ഇതിനിടെയാണ് കാട്ടാന മൂന്നാർ ഗുണ്ടുമല ന്യൂ ഡിവിഷനിലെത്തി കൃഷിനാശം വരുത്തിയത്. സിറ്റി വിഷൻ മൂന്നാർ. ചെറിയൊരു ഇടവേള, വളരെ പെട്ടെന്ന് മടങ്ങിയെത്താം. മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ, തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര. ദ ബിഗ് സ്റ്റോൺ. മുപ്പത്തെട്ട് വർഷത്തെ സേവന പാരമ്പര്യവുമായി പാരഡൈസ് ഫാമിലി സലൂൺ രാജാക്കാട് പ്രവർത്തനം ആരംഭിച്ചു. പ്രശസ്ത ടെലിവിഷൻ താരം ലക്ഷ്മി നക്ഷത്ര ഉദ്ഘാടനം നിർവഹിച്ചു. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഹെയർ കട്ടിംഗ്, കളറിംഗ്, കരാറ്റിക്, നാനോ പ്ലാസ്റ്റിക്, ഫാഷൻ കട്ടുകൾ, സ്കിൻ ട്രീറ്റ്മെന്റുകൾ, ഏറ്റവും പുതിയ ലേസർ ട്രീറ്റ്മെന്റുകൾ, കാർബൺ ഫേഷ്യൽ തെറാപ്പികൾ, ബ്രൈഡൽ മേക്കപ്പ്, നെയിൽ ആർട്ട്,
മൈക്രോബ്ലേഡിംഗ്, ഐലാഷ് ലിഫ്റ്റിംഗ് തുടങ്ങിയ പ്രീമിയം സർവീസുകൾ കുറഞ്ഞ നിരക്കിൽ രാജാക്കാടിൽ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. രാജാക്കാട് കാനറ ബാങ്കിന് സമീപം ചെമ്പക്കര ബിൽഡിംഗിലാണ് പാരഡൈസ് ഫാമിലി സലൂൺ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് നൗ. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. 62.5% നാച്ചുറൽ പ്രോട്ടീനും അനിമൽ പ്രോട്ടീനും തേനുമടങ്ങിയ കരാബിയോൺ ചെറുതും വലുതുമായ അമിനോ ആസിഡ് പെപ്റ്റൈഡ് ചെയിനുകളുടെ സമ്മിശ്ര ശേഖരമാണ്. ചെടികളെയും വിളകളെയും രോഗകീടങ്ങളിൽ നിന്നും സമ്മർദ്ദത്തിൽ നിന്നും സംരക്ഷിച്ച് പ്രകൃതിദത്ത മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കുന്ന കരാബിയോൺ ഉള്ളപ്പോൾ പിന്നെന്തിനാണ് അമിത മരുന്നും വളപ്രയോഗവും? കർഷകരുടെ വിശ്വാസമാർജിച്ച ഒരു വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണൽ ഉൽപ്പന്നം. വീണ്ടും വാർത്തകളിലേക്ക്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അറ്റകുറ്റപ്പണികൾക്കായി ടാറിംഗ് കുഴിച്ചിട്ടിരിക്കുന്നത് അപകടക്കെണിയായി മാറുന്നു. ബോഡിമെട്ട് മുതൽ പൂപ്പാറ വരെയുള്ള 20ഓളം ഭാഗങ്ങളിലാണ് ഇരുചക്ര വാഹനങ്ങളടക്കം അപകടത്തിൽപ്പെടുന്ന തരത്തിലുള്ള ടാറിംഗ് കുഴിച്ച് മാറ്റിയിരിക്കുന്നത്. 4 മീറ്റർ മുതൽ 20 മീറ്റർ വരെ നീളത്തിലാണ് ടാറിംഗ് നീക്കിയിരിക്കുന്നത്. അറ്റകുറ്റപ്പണികൾക്കായി 1 വർഷം മുമ്പാണ് ടാറിംഗ് ഇളക്കി മാറ്റിയത്. ഇതിനോടകം നിരവധി അപകടങ്ങളും നടന്നിട്ടുണ്ട്. എന്നിട്ടും കുഴികൾ നികത്തി ടാറിംഗ് നടത്തുന്നതിന് അധികൃതർ തയ്യാറാകുന്നില്ല. ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിലാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാത വികസനം സാധ്യമായത്. മൂന്നാർ മുതൽ ബോഡിമെട്ട് വരെയായിരുന്നു ദേശീയപാത നവീകരണ പ്രവർത്തനം നടത്തി നിർമ്മാണം പൂർത്തീകരിച്ചത്. എന്നാൽ നിർമ്മാണം പൂർത്തിയാക്കിയ പല ഭാഗത്തും ടാറിംഗ് വിണ്ടുകീറിയതോടെയാണ് ഈ ഭാഗങ്ങളിലെ ടാറിംഗ് ഇളക്കി മാറ്റിയത്. 3 ഇഞ്ച് കനത്തിലുള്ള ടാറിംഗ് ഇളക്കി നീക്കിയതോടെ ഈ ഭാഗങ്ങൾ വലിയ കുഴികൾക്ക് സമാനമായി മാറി. ഇതോടെ രാത്രികാലത്തടക്കം ഇവിടെ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും നിത്യസംഭവം. അറ്റകുറ്റപ്പണികൾക്കായി ടാറിംഗ് ഇളക്കി കുഴിയെടുത്തിട്ട് 1 വർഷം പിന്നിടുമ്പോഴും ഇവ നന്നാക്കുന്നതിന് ദേശീയപാത വിഭാഗം ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. குழியில் வரும்போது பைக் சைட்டில் வரும்போது அங்கிட்டு வந்தால் ஆக்சிடென்ட் ஆகுது. இது 1 வருஷத்துக்கு மேலே ஆயிடுச்சு. இது இன்னமும் சரி பண்ண மாட்டாங்க. இந்த ரோடு ஃபுல்லாக ஒன் சைடு பூராமே மேடு தோண்டி தான் போட்டிருக்காங்க தவிர தார் போட்டு இன்னும் சரி பண்ண மாட்டேங்கிறாங்க. കുഴിയായതിനാൽ ഈ ഭാഗം ഒഴിവാക്കി വാഹനങ്ങൾ എതിർദിശയിലൂടെയാണ് പോവുക. ഇത് പലപ്പോഴും അപകടങ്ങൾക്ക് വഴിയൊരുക്കാറുണ്ട്. വളവുകളിലടക്കം കുഴി ഒഴിവാക്കി റോങ് സൈഡ് കയറുന്നതോടെ എതിരെ വരുന്ന വാഹനങ്ങളുമായി കൂട്ടിയിടിക്കാൻ സാധ്യതയേറെയാണ്. മുമ്പ് ഇത്തരത്തിൽ ഓട്ടോറിക്ഷ ഇടിച്ചു തെറിപ്പിച്ച സംഭവവുമുണ്ടായി. അടിയന്തരമായി ദേശീയപാതയിലെ അപകടക്കെണി ഒഴിവാക്കി ടാറിംഗ് നടത്തണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. സിറ്റി വിഷൻ, പൂപ്പാറ. വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ് വെള്ളത്തുവൽ മണ്ഡലം കമ്മിറ്റി. 9 വർഷക്കാലം കൊണ്ട് വ്യാപകമായ അഴിമതിയാണ് പഞ്ചായത്ത് ഭരണസമിതി നടത്തുന്നതെന്നും ആക്രിയിൽ വരെ അഴിമതി നടത്തുകയാണെന്നും കോൺഗ്രസ് നേതൃത്വം ആരോപിക്കുന്നു. അഴിമതിക്കെതിരെ നാളെ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുമെന്നും മണ്ഡലം കോൺഗ്രസ് ഭാരവാഹികൾ അറിയിച്ചു. ഈ വരുന്ന 4-ാം തീയതി വെള്ളിയാഴ്ച 11 മണിക്ക് വെള്ളത്തുവൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് വെള്ളത്തുവൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൻപിച്ച മാർച്ചും ധർണയും നടത്തപ്പെടുകയാണ്. കഴിഞ്ഞ 9 വർഷക്കാലമായി വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന LDF ഭരണസമിതിയുടെ തെറ്റായ ഭരണ നയങ്ങൾക്കെതിരെ, പ്രത്യേകിച്ച് ആക്രിയിൽ വരെ കൈയിട്ട് വാരി, മാലിന്യത്തിൽ വരെ കൈയിട്ട് വാരി അഴിമതി നടത്തിയ വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്തിനെതിരെയാണ് ഈ സമരം സംഘടിപ്പിക്കുന്നത്. ഹരിത കർമ്മസേന ആളുകളിൽ നിന്നും കടകളിൽ നിന്നും ഒക്കെ ശേഖരിച്ച ആക്രി സാധനങ്ങൾ, മാലിന്യങ്ങൾ മുതുവാങ്കുടിയിലെ അവിടെ ശേഖരിക്കുന്ന സ്ഥലത്തു നിന്നും കട്ടുവിറ്റ് ഭരണസമിതിയുടെ ഒത്താശയോടുകൂടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അഴിമതിക്കെതിരെയാണ് വെള്ളിയാഴ്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വെള്ളത്തുവൽ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നത്. മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളെ മാലിന്യം നീക്കി മനോഹരമാക്കുന്നതിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ ചെടി വെച്ച് പിടിപ്പിച്ച ഭാഗത്ത് റോഡിലൂടെ ഒഴുകിയെത്തിയ ചെളി കോരിയിട്ട് നശിപ്പിച്ചു. പഴയകുടി ഗവൺമെന്റ് സ്കൂളിലെ കുട്ടികൾ ദിവസങ്ങൾ കൊണ്ട് മാലിന്യം നീക്കി ചെടികൾ വെച്ച് പിടിപ്പിച്ച ഭാഗമാണ് കാലവർഷ മഴയിൽ ഓടയിലൂടെ ഒഴുകിയെത്തിയ ചെളി കോരിയിട്ട് നശിപ്പിച്ചത്. പഴയകുടി സ്കൂളിലെ കുട്ടികൾ നിരവധിയായ മാതൃകാ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നവരാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് പഴയകുടി ടൗണിൽ സ്കൂളിനോട് ചേർന്നുള്ള മാലിന്യം നിക്ഷേപിച്ചിരിക്കുന്ന ഭാഗം വെട്ടിത്തെളിച്ച് മാലിന്യങ്ങൾ നീക്കി ഇവിടെ ചെടികൾ നട്ടു പരിപാലിച്ചത്. കുട്ടികളുടെ ദിവസങ്ങൾ കൊണ്ടാണ് ഇവിടെ മനോഹരമാക്കിയത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയിൽ സമീപത്തെ റോഡിലും ഓടയിലുമായി ചെളിയും മണ്ണും നിറഞ്ഞു. ഇതാണ് കുട്ടികൾ പരിപാലിച്ച ചെടികൾക്ക് മുകളിലേക്ക് കോരിയിട്ടിരിക്കുന്നത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂടി കിടക്കുകയായിരുന്നു. ഞങ്ങളിവിടെ കുറേ നാളുകൾ കൊണ്ടാണ് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുത്തത്. അന്നേരം
പിന്നെ ഈ റോഡ് പണിക്കാരും ആൾക്കാരൊക്കെ വന്നപ്പോൾ ഈ മണ്ണുകളൊക്കെ കോരി ഈ പൂന്തോട്ടത്തിലോട്ട് ഇട്ടു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞങ്ങൾക്ക് കുറേ നേരം കൊണ്ടാണ് ഞങ്ങളിത് ഈ മണ്ണൊക്കെ ഒന്ന് കോരി മാറ്റിയെടുത്തത്. ആരാണ് ചെയ്തതെന്ന് അറിയില്ല. കുട്ടികൾ രാവിലെ എത്തുമ്പോഴാണ് തങ്ങൾ മനോഹരമായി പരിപാലിക്കുന്നിടം വീണ്ടും നശിപ്പിച്ചതായി കാണുന്നത്. തുടർന്ന് കുട്ടികളും അധ്യാപകരും ചേർന്ന് ഇവിടെ നിന്നും മണ്ണും ചെളിയും വീണ്ടും കോരിമാറ്റി വൃത്തിയാക്കി. സിറ്റി വിഷൻ, രാജാക്കാട്. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ അടിമാലി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. KSKTU ജില്ലാ കമ്മിറ്റി അംഗം ചാണ്ടി പി അലക്സാണ്ടർ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. അടിമാലി ഗ്രാമപഞ്ചായത്തിൽ അഴിമതിയും കെടുകാര്യസ്ഥതയും നടക്കുന്നുവെന്നാരോപിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നടന്ന പ്രതിഷേധങ്ങളുടെ തുടർച്ചയായിട്ടാണ് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിലും ഇന്ന് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. പ്രകടനമായി എത്തിയ പ്രതിഷേധക്കാരെ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണാ സമരം KSKTU ജില്ലാ കമ്മിറ്റി അംഗം ചാണ്ടി പി അലക്സാണ്ടർ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. ഇത്തരത്തിലുള്ള ഒരു സമരം ഈ പഞ്ചായത്തിന് മുമ്പിലേക്ക് നടത്താനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് വളരെ സങ്കീർണവും സാധാരണ ജനങ്ങളെ ബാധിക്കുന്നതുമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയാവുന്ന പ്രശ്നങ്ങൾക്ക് പോലും പരിഹാരം കാണാൻ അടിമാലി പഞ്ചായത്തിന്റെ ഭരണകൂടം തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള സമരത്തിലേക്ക് ഞങ്ങൾ വന്നിട്ടുള്ളതെന്ന് പറയാൻ ആഗ്രഹിക്കുക. പ്രതിഷേധ പ്രകടനത്തിലും ധർണാ സമരത്തിലും നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. MP പത്മനാഭൻ, PS വേലപ്പൻ, MM കുഞ്ഞുമോൻ, TK സുദേശ് കുമാർ, ഗ്രേസി പൗലോസ്, ദീപു M മാർ, TL തോമസ്, NN വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. സിറ്റി വിഷൻ, അടിമാലി. നോക്കാം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചിന്നക്കനാലിൽ ജനവാസ മേഖലയിൽ പുലി ഇറങ്ങി. പ്രദേശവാസിയായ രാജപാണ്ഡിയുടെ വളർത്തുനായിയെ പുലി പിടിച്ചു. ഒരാഴ്ചയായി പുലിയുടെ സാന്നിധ്യമുണ്ടെന്ന് നാട്ടുകാർ. പുലിയുടെ ദൃശ്യങ്ങളും പുറത്ത്. കാട്ടിറച്ച് കടത്തിയെന്നാരോപിച്ച് വനംവകുപ്പ് ആദിവാസി യുവാവ് സരുൺ സജിയെ കള്ളക്കേസിൽ കുടുക്കിയതിൽ പ്രതിയായ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള കുറ്റപത്രം കോടതി ഫയലിൽ സ്വീകരിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഷട്ടറുകൾ താഴ്ത്തി. ജലനിരപ്പ് റൂൾ കർവിലേക്ക് എത്തിയതോടെയാണ് ഉയർത്തിയിരുന്ന 13 ഷട്ടറുകളും തമിഴ്നാട് താഴ്ത്തിയത്. ജലനിരപ്പ് 136 അടിയിലേക്ക് എത്തി. തിരുവിതാംകൂർ രാജഭരണകാലത്തിന്റെ ചരിത്രം നിറഞ്ഞു നിൽക്കുന്ന രാജമുദ്രയുള്ള കെട്ടിടം തകർന്നു വീണ് നശിക്കുന്നത് ബോഡിമെട്ടിലുള്ള കസ്റ്റംസ് ഹൗസ് കെട്ടിടം. കണ്ടില്ലെന്ന് നടിച്ച GST വകുപ്പ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. 20 വർഷമായി കർഷകർ സാക്ഷ്യപ്പെടുത്തിയ എണ്ണ നീക്കം ചെയ്യാത്ത വേപ്പിൻ പിണ്ണാക്ക് ശ്രീലക്ഷ്മി വേപ്പിൻ പിണ്ണാക്ക്. ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മുന്തിയ ഇനം വേപ്പിൻ കുരു കല്ലും മണ്ണും നീക്കം ചെയ്ത് മെഷീനറികളുടെ സഹായത്തോടെ ആവശ്യക്കാരുടെ മുൻപിൽ വെച്ച് തയ്യാർ ചെയ്തു നൽകുന്നു. സൂപ്പർ മിക്സ് 7 തരം പിണ്ണാക്കുകളും മഞ്ഞളും ചേർന്ന മിശ്രിതം. ഇത് ജൈവാണുവളങ്ങളാൽ സമ്പുഷ്ടമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്. SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ
ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്.